ബഹുജന സംഘടനയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട എൻ്റെ സഖാക്കൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കേരളത്തില് CPIM-ന്റെ നേതൃത്വത്തിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ആ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ട് മാങ്കാവ് ബ്രാഞ്ച് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എത്തിയ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ 120 കോടിയോളം വരുന്ന ജനത സമാനതകളില്ലാത്ത ദുരിതക്കയത്തിലേക്ക് അവനവന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഓരോ ദിവസവും പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വർഗീയവാദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് പാർലമെന്റിനകത്തേക്ക് 10 പരവതാനിയെ വിധിച്ചു കൊടുത്തു സ്വീകരിച്ചയച്ച് പ്രധാനമന്ത്രി പദത്തിലെ കൈയാളി അധികാരം കൈയടക്കിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അതുപോലെ തന്നെ നാം കണ്ടുപിടിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും തകിടം മറിച്ചുകൊണ്ട് കടന്നു പോകുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. നരേന്ദ്രമോദി അധികാരത്തിലേക്ക് നൂലിൽ കെട്ടിയിറക്കിയതുപോലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അനായാസം വന്ന് കയറിയതല്ല. അങ്ങനെ കയറി വരാൻ നരേന്ദ്രമോദിക്ക് അവസരം ഇട്ടുകൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും അതിന് എല്ലാ നെറികേടുകൾക്കും ഓശാന പാടുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയെ പോലെ തികഞ്ഞ RSSകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഇവിടെ എത്തിയത്. ആരാണ് ഇതിനവസരം കൊടുത്തത്? ഈ നാട്ടിലെ ജനങ്ങള് ചുരിദാറിട്ട മൻമോഹനിൽ നിന്നും ചുരിദാറിട്ട നരേന്ദ്രമോദിക്ക് റിലേ ബാറ്റൺ കൈമാറി എന്നതിലപ്പുറത്തേക്ക് 140 ദിവസം കൊണ്ടുള്ള ഭരണത്തില് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നരേന്ദ്രമോദി മാത്രമല്ല, അതിന് അവസരമുണ്ടാക്കി കൊടുത്ത കോൺഗ്രസുകാരനും ലീഗുകാരനുമാണ്. നമുക്കറിയാലോ, വിലക്കയറ്റത്തിന്റെ അഗാധമായ കുഴിയിലേക്ക് വീണുപോയ മനുഷ്യര് 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ സർക്കാരിനോട് ഞങ്ങളെ ഈ വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടപ്പോ മൻമോഹൻ സിംഗ് പണം കായ്ക്കുന്ന മരമില്ല എന്ന് പറഞ്ഞ്, മാന്ത്രിക വടി ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയായിരുന്നു. അങ്ങനെ പരിഹസിച്ചപ്പോഴും ഈ നാട്ടിലെ ജനങ്ങള് BJP അധികാരത്തിൽ എത്തിക്കരുത് എന്ന് കരുതി കുറെ കാലം മൻമോഹൻ സിംഗിന്റെ ജനദ്രോഹ ഭരണങ്ങൾ ഒന്നൊന്നായി സഹിച്ചു. ഒരിക്കൽ മൻമോഹൻ സിംഗ് നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ ഈ രാജ്യം കടത്തിലേക്ക് പോകുന്നു. അന്നാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്, നമുക്ക് മൺമറഞ്ഞു പോയ ഒരു സിനിമാ നടനുണ്ട്, കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫ ഒരു സിനിമക്കകത്ത് തമാശയായിട്ട് പറയുന്ന സ്ഥലത്തിന്റെ പേര് ധാരാവി എന്നതാണ്. ആ പദം കേട്ട് നമ്മൾ ആ സിനിമക്കകത്ത് ചിരിച്ചു. പക്ഷേ ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിനകത്ത് മുംബൈ എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് 6 ലക്ഷം മനുഷ്യർ കുഴിക്കളെ പോലെ ജീവിക്കുന്ന ചേരിയുടെ പേരാണത്. ആ ചേരിയെ രാത്രികാലങ്ങളിൽ അഴുക്കിച്ചാലിന് മുകളിൽ പലകയിട്ടുകൊണ്ട് വായിലേക്കും മൂക്കിലേക്കും പുഴുക്കൾ കയറി വരുമോ എന്ന് പേടിച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ട് സ്വന്തം മുഖം കൂടി കിടന്നുറങ്ങുന്ന 6 ലക്ഷം മനുഷ്യരുടെ ചേരി. ആ ചേരിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനി ഒരു കൊട്ടാരം നിർമ്മിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ആ കൊട്ടാരത്തിന്റെ കരണ്ട് ബില്ല് മുസ്ലിം ലീഗുകാരനും കോൺഗ്രസുകാരനും നാളെ നെറ്റ്കഫേയിൽ പോയി കയ്യിൽ മൊബൈൽ ഉണ്ടെന്ന് അടിച്ചു നോക്കുക. അതിൽ കരണ്ട് ബില്ല് ഒരു മാസം വരുന്നത് 7 ലക്ഷം രൂപയാണ്. ആ 7 ലക്ഷം രൂപയില് എല്ലാ മാസവും 50,000 രൂപ ഇളവ് ചെയ്തു കൊടുത്ത നെറികെട്ട ഗവൺമെന്റ് ആയിരുന്നു കോൺഗ്രസിന്റേത്. അപ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചത്, ഞങ്ങൾ രാവിലെ എണീക്കുമ്പോ ഞങ്ങളുടെ കയ്യിലെടുക്കുന്ന ബ്രഷ് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോ ഞങ്ങളെ മേലേക്കിടുന്ന വിരിപ്പിന് വരെ ഈ രാജ്യത്ത് നികുതി തന്ന് ജീവിക്കുമ്പോ അംബാനിക്ക് 50,000 കൊടുക്കുമ്പോ അതിൽ നിന്നും എല്ലാ പൂജ്യവും വെട്ടിക്കളഞ്ഞിട്ട് 5 രൂപയെങ്കിലും ഈ നാട്ടിലെ പാവപ്പെട്ട ജനതക്ക് ഇളവുന്നുകൂടെ എന്ന് ചോദിച്ചപ്പോ ഈ നാട്ടിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തിയതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. അത് മാത്രമല്ല, കോൺഗ്രസുകാരന് 25-ന് നാഗ്പൂരിൽ വെച്ച് ജഗ്ദേവാർ എന്ന് പറയുന്ന മനുഷ്യനെ സർസംഘ് ജാലകായി നിയമിച്ച RSS 1928 കൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് മുതൽ രാജീവ് ഗാന്ധി 1984 പരിഭാവനമായ ബാബരി മസ്ജിദിന്റെ മുമ്പിൽ നിന്നും പ്രചരണം നടത്തി. 89 ആ മസ്ജിദിന്റെ ഉള്ളിൽ രാമ വിഗ്രഹം സ്ഥാപിക്കാനുള്ള
കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഈ നാട്ടിനകത്ത് വർഗീയ കലാപത്തിന് തിരികൊളുത്താനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകി പാല് കൊടുത്ത് വളർത്തി അവസാനം 1992 ഡിസംബർ 6 നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് RSSകാരൻ ഒരു മടിയും കൂടാതെ മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തകർക്കുന്ന രീതിയിലേക്ക് വരെയുള്ള സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കാൻ ഈ ഭരണകൂടത്തിന് കോൺഗ്രസിന്റെ ഗവൺമെന്റിന് സാധിച്ചു. അപ്പൊ കോൺഗ്രസുകാരനാണ് നരേന്ദ്രമോദിയെ ഈ അധികാരത്തിന്റെ പർവ്വതത്തിലേക്ക് കയറ്റിയിരിക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തത്. ഇപ്പൊ നരേന്ദ്രമോദി എന്ത് പറഞ്ഞാ ഇറങ്ങിയത്? ഈ രാജ്യത്ത് 70,000-ഓളം വരുന്ന ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നിൽക്കുമ്പോൾ സഖാവ് EMS അടക്കമുള്ള അനവധിയായ നേതാക്കന്മാരുടെ പ്രതിമകള് നാട്ടുതന്തി ഉണ്ടാക്കിയതല്ല, എല്ലാ നാട്ടിൽ നിന്നും മണ്ണ് ശേഖരിച്ചുകൊണ്ടല്ല ഈ രാജ്യത്തിനകത്ത് ഒരു പ്രതിമയും നിർമ്മിക്കപ്പെട്ടത് എങ്കിൽ നരേന്ദ്രമോദി 70,000 ഗ്രാമങ്ങളിൽ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പരസ്പരം തല്ലിപ്പിച്ചുകൊണ്ട് വർഗീയതയുടെ വിഷവിത്തുകൾ പാകിക്കൊണ്ട് ഈ രാജ്യത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ ആ പ്രചരണ ജാഥ കേരളത്തിലെത്തിയപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ആരാ? വൈകുന്നേരമായ പത്രമാധ്യമങ്ങളിൽ വന്ന് വായ കക്കൂസാക്കി നടക്കുന്ന PC ജോർജ് എന്ന് പറയുന്ന മനുഷ്യനാണ് നരേന്ദ്രമോദിയുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് കേരളത്തിനകത്ത് ഉദ്ഘാടനം ചെയ്തത്. ആ വിരുന്നു വന്ന സംഘത്തെ എറണാകുളത്ത് താജ് ഹോട്ടലിൽ കൊണ്ടുപോയി ചിക്കനും മട്ടനും വാങ്ങിക്കൊടുത്ത് ഊട്ടി വളർത്തിയത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോഴല്ലേ മുസ്ലിം ലീഗുകാർക്ക് ബേജാറായത്? മുസ്ലിം ലീഗുകാര് നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന് ഉറപ്പായി. അപ്പൊ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ MLA മുസ്ലിം ലീഗുകാർ തീപ്പൊരി പ്രാസംഗികനാണ് എന്ന് പറയുന്ന KM ഷാജി വയനാട് പറഞ്ഞു, ഇതാ രാജ്യത്തിന്റെ വികസന നായകൻ നരേന്ദ്രമോദി കടന്നു വരുന്നു. പ്രിയപ്പെട്ട ലീഗുകാരെ, ഗുജറാത്തിനകത്ത് ഒരു ദിവസത്തെ ദിവസക്കൂലി 59 രൂപയാണ്. കേരളത്തില് 750 രൂപ കൂലി കൊടുത്തിട്ടും നമ്മുടെ നാട്ടില് ചെറുപ്പക്കാരെ പണിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ മാങ്കാവ് അങ്ങാടിയിലൂടെ ഉള്ളിലേക്ക് ഓടുന്ന ബസ്സുകളില് ആ സ്ഥലത്തിന്റെ പേര് മലയാളത്തിൽ എഴുതുമ്പോൾ അതിന്റെ കൂടെ ഹിന്ദിയിൽ പേരെഴുതി ബോർഡ് വെക്കേണ്ട ഗതികേട് നമുക്ക് വന്നത്. ആ രീതിയിൽ വളർന്ന കേരളം, എന്നിട്ട് ആ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഷാജി പറയാ അതാണ് വികസനം. അത് മാത്രമല്ലല്ലോ, 10,000-കണക്കിന് വരുന്ന കുട്ടികൾ ഓലപ്പുരയുടെ മറ പോലും ഇല്ലാതെയാണ് ഗുജറാത്തിനകത്ത് പഠിക്കുന്നത്. 350-ഓളം വരുന്ന ഗ്രാമങ്ങളില് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഗുജറാത്തികൾ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിനകത്ത് 3.25 കോടി ജനതയ്ക്ക് 827 ഹൈസ്കൂളുകൾ ഉണ്ടെങ്കിൽ KM ഷാജിയുടെ വികസനത്തിന്റെ നായകൻ നരേന്ദ്രമോദി ഭരിച്ച ഗുജറാത്തിനകത്ത് 6.25 കോടി ജനതയ്ക്ക് 223 ഹൈസ്കൂളുകളാണുള്ളത്. ഇത് പറഞ്ഞത് CPIM-കാരല്ല, മറിച്ച് ഗുജറാത്ത് ഗവൺമെന്റിന്റെ ശമ്പളം കൊണ്ടുപോയി തന്റെ ഭാര്യക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കൊടുക്കുന്ന ഗുജറാത്ത് സർവകലാശാലയിലെ പ്രൊഫസർ ധനഞ്ജയ് റായ് വെളിപ്പെടുത്തിയ കണക്കാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതുമാത്രമല്ലല്ലോ, 2002 ഫെബ്രുവരി 27 എങ്ങനെയാണ് സമുദായത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗുകാരൻ മറന്നുപോയത്? 2002 ഫെബ്രുവരി 27 ബാബരി മസ്ജിദിന്റെ 2ാമത്തെ തകർച്ച കഴിഞ്ഞ് തിരിച്ചു പോരുകയായിരുന്ന സബർമതി എക്സ്പ്രസിലെ F6 ബോഗിയിൽ സഞ്ചരിക്കുകയായിരുന്ന 54 കർഷകർ വെന്തു മരിച്ചത്. പള്ളി പൊളിച്ചു വരുന്ന കർഷകനെ കൊന്നത് ഗുജറാത്തിലെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിനകത്ത് 973 മുസ്ലിങ്ങളെ നിങ്ങൾ വേട്ടയായി 12,227-ഓളം വരുന്ന വീടുകൾ നിങ്ങൾ നശിപ്പിച്ചു. 14,000-ഓളം വരുന്ന കടകൾ കത്തി നശിപ്പിച്ചു. 75,500-ഓളം വരുന്ന മനുഷ്യരെ ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നും RSSകാർ ആട്ടിയോടിച്ചു. അപ്പോഴാണ് വീടിന്റെ അകത്തളത്തില് ഗർഭിണിയായ കൗസർ ബാനു ജനവാദിനുള്ളിലൂടെ നോക്കുമ്പോൾ ഭർത്താവിനെയും ഭർത്താവിന്റെ അനിയനെയും RSSകാർ തുരുകുല വിട്ടുന്നത് കണ്ടത്. പുറത്തേക്ക് ഇറങ്ങി ആ ഗർഭിണി RSSകാരോട് കൈ രണ്ടും കൂപ്പിയിട്ട് പറഞ്ഞില്ലേ, എന്റെ കുഞ്ഞിന്റെ പിതാവിനെ നിങ്ങൾ വെറുതെ വിടണമെന്ന് പറഞ്ഞപ്പോ കൂപ്പിയ കൈ രണ്ടും വകഞ്ഞു മാറ്റി ഗർഭപാത്രത്തിലേക്ക് തൃശൂലം കുത്തിയിറക്കി അതിൽ നിന്നും കുഞ്ഞിനെ പുറത്തെടുത്ത് 2 കിലോമീറ്റർ ആഹ്ലാദ പ്രകടനം നടത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച നരേന്ദ്രമോദിയെ നരാധവനെന്ന് ലോകം വിളിക്കുമ്പോ എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജിക്ക് രാജ്യത്തിന്റെ വികസന നായകനായി നരേന്ദ്രമോദി മാറിയത് എന്ന് ഈ
നാടിനോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തെ മുസ്ലിം ലീഗുകാരൻ സമദാനി നല്ല ഭംഗിന്റെ തൊപ്പിടും, സുന്ദരനാണ്, 10-15ഓളം ഭാഷകളറിയാം, മുസ്ലിം ലീഗുകാർ പ്രസംഗിക്കാറുണ്ട്. അല്ലാമ ഇക്ബാലിന്റെ കവിതകൾ ചൊല്ലുന്നത് കേട്ടാൽ സമദാനി ഇങ്ങനെ ചൊല്ലുമ്പോ മണൽത്തരികൾ എണീച്ചു ഓടിക്കോട്ടെ, അതിലൊന്നും നമുക്ക് പരാതിയില്ല. ഒക്കെ ഓടണം. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് മദീനയിലേക്കുള്ള പാത വിരിച്ച് മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സമദാനി സാഹിബ് വായിച്ചിട്ടുണ്ടാകും വിചാരധാര എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിനകത്ത് RSSന്റെ പുസ്തകത്തിനകത്ത് 19ാമത്തെ അധ്യായത്തില് കൃത്യമായും പറയുന്നുണ്ട്, ഇവിടുത്തെ മുസ്ലിമിനെ കൊന്നുകൊണ്ട് രാമരാജ്യം പണിയുക. 20ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ഇവിടുത്തെ ക്രിസ്ത്യാനിയെ കൊന്നുകൊണ്ട് രാമരാജ്യം പണിയണം. 21ാമത്തെ അധ്യായത്തില് ശക്തമായും അതില് സൂചിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന് രാമരാജ്യം പണിയണം, മുസ്ലിമിനെ കൊന്ന് ക്രിസ്ത്യാനിയെ കൊന്ന് കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന് രാമരാജ്യം പണിയാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന RSSന്റെ ബാലഗോകുലത്തിന്റെ സംസ്ഥാന തല ഉദ്ഘാടനമാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് ഈ കാലയളവിൽ വാങ്ങിയത്. മൂന്നാമത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് പറഞ്ഞ കുരുത്തക്കെട്ട് എത്തുന്ന, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. പാണക്കാട് കുടുംബത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. കഴിഞ്ഞ 29 നോമ്പ് കഴിഞ്ഞപ്പോ ഈ നാട്ടിലെ മുസ്ലിം സമുദായക്കാർ മുഴുവൻ TV-യിലേക്ക് നോക്കി നിൽക്കുക. ഫ്ലാഷ് ന്യൂസ് പോകും. നാളെ ചെറിയ പെരുന്നാൾ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നോക്കിയിരുന്ന് കണ്ടില്ല. 8:45 ന്യൂസ് പോയി. മറ്റന്നാൾ ചെറിയ പെരുന്നാൾ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനടക്കം അത് അംഗീകരിച്ചുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ട തറവാട്ടിൽ നിന്നുള്ള അറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളും ആ ചെറിയ പെരുന്നാൾ മറ്റന്നാൾ തന്നെയാണ് ആഘോഷിച്ചത്. പക്ഷേ ആ തറവാട്ടിലെ ഇളയ സന്തതി സാദിഖ് അലി ശിഹാബ് തങ്ങള് കോഴിക്കോട് പാണക്കാടിൽ നിന്നും കാരാപ്പറമ്പിലേക്ക് കാറോടിച്ച് വരികയാണ്. എന്തിന്? നരേന്ദ്രമോദിക്ക് 300 സീറ്റ് കിട്ടാൻ ബാബ രാംദേവ് എന്ന് പറയുന്ന കള്ള സന്യാസി സോമയാഗം എന്ന് പറയുന്ന നേർച്ച ഇവിടെ അരങ്ങേറുമ്പോ ആ നേർച്ചയിലേക്ക് വന്ന് കൂട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മതമൈത്രി ആഘോഷിക്കുന്ന ലീഗുകാരനെ പറയാതെ പോകാൻ പറ്റുമോ? ഇപ്പൊ എവിടെയായി ഉമ്മം കൊടുക്കല്? കണ്ടല്ലോ, ഭരണത്തിൽ കയറിയല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോഴല്ലേ നമ്മൾ കണ്ടത് ഇസ്രായേലിന്റെ പട പാലസ്തീനിലെ 1500ഓളം വരുന്ന മനുഷ്യരെ വേട്ടയാടിയത്. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു 500ഓളം വരുന്നവര്. ആ പിഞ്ചു കുഞ്ഞുങ്ങള് പാലസ്തീനിലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നക്ഷത്രങ്ങളെയല്ല, ഇസ്രായേലിന്റെ മിസൈലുകൾ ചീറിപ്പായുന്നതാണ്. അവര് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സ്കൂൾ മുറ്റങ്ങളും പൂന്തോട്ടങ്ങളുമല്ല, മറിച്ച് ഇസ്രായേലിന്റെ പീരങ്കികളും യുദ്ധ ടാങ്കുകളും നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നതാ. അപ്പോഴല്ലേ കോഴിക്കോട് ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ലോക രാജ്യങ്ങള് അവരുടെ പാർലമെന്റിനകത്ത് എണീറ്റ് നിന്നുകൊണ്ട് ഇസ്രായേൽ വെടിനിർത്തണം, ഗാസയിൽ നിന്നും പിന്മാറണം എന്ന് ചങ്കൂറ്റോടുകൂടി പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ, ആ ഇന്ത്യക്കകത്തെ വിദേശകാര്യമന്ത്രി രാജ്യസഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് അമീദ് അൻസാരിക്ക് കത്തെഴുതിക്കൊണ്ട് പറയുന്നു, പാലസ്തീനിന്റെ വിഷയം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യരുത്. എവിടെ പോയി ലീഗുകാരൻ? പാലസ്തീനിലെ VD സവർക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് തികഞ്ഞ ഹിന്ദുത്വവാദിയായിരുന്ന മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാന്റെ കൂടെ പോകും, അന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ കൂടെ നിൽക്കാൻ ഇസ്രായേല് ഉണ്ടാകൂ, അതുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്ന് അന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. പാലസ്തീനിൽ മരണപ്പെടുന്നത് ഒരു സമുദായത്തിന്റെ ആളുകളാണ്, അവർ ഇല്ലാതാകേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പോയത് കൊണ്ടാണ് പാലസ്തീനിനകത്ത് 1500ഓളം വരുന്ന മനുഷ്യർ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യപ്പെടുമ്പോ അതിലൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ഈ രാജ്യത്തെ ജനങ്ങള് നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നത്. രണ്ടാമത്തേത് നമ്മൾ കണ്ടല്ലോ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ മുസൽമാൻ ആ ചെറുപ്പക്കാരനുണ്ടാക്കിയ ചപ്പാത്തി, പാർലമെന്റിലെ ക്യാൻറ്റീനിലെ ജോലിക്കാരനാണ്, അവനുണ്ടാക്കിയ ചപ്പാത്തിക്ക് രുചി കുറഞ്ഞു എന്നതിന്റെ പേരില് ആ ചെറുപ്പക്കാരന്റെ വായിലേക്ക് ചപ്പാത്തി കുത്തിക്കയറ്റിക്കൊണ്ട് നോമ്പ് മുറിപ്പിച്ചപ്പോ ഇസ്ലാമിന്റെ പേര് നിറഞ്ഞു നടക്കുന്ന മുസ്ലിം ലീഗുകാരൻ പച്ചക്കൊടിയെടുത്ത് നരേന്ദ്രമോദിക്കെതിരെ 2 തെറിയങ്ങളും വിളിച്ച് പ്രകടനം നടത്തിയോ എന്ന് മുസ്ലിം
മുസ്ലിം ലീഗുകാർ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. മൂന്നാമതായിട്ട് ഇപ്പൊ സാക്ഷി മഹാരാജ് എന്ന് പറയുന്ന MP പറഞ്ഞല്ലോ, മദ്രസകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണ്. അവിടെ നിന്നാണ് ലവ് ജിഹാദിന്റെ ആരംഭം. 5 വയസ്സായ കുട്ടി ലവ് ജിഹാദ്, എന്നിട്ട് അത് കേട്ട് മിണ്ടാണ്ടിരിക്കുക. അതുമാത്രമല്ലല്ലോ, ഒരു സമുദായത്തിന്റെ നേരെ മാത്രമല്ല, അലിഗഡിൽ നമ്മൾ കണ്ടു, UP-യിലെ അലിഗഡില് ഒരു ക്രിസ്ത്യൻ പള്ളി ഒരൊറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് അതിലെ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ശിവന്റെ വിഗ്രഹം പണിതുകൊണ്ട് അമ്പലമാക്കി മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോവുക. അപ്പൊ രാജ്യത്തില് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോ